കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ കുറിച്ചുള്ള ഗൗരവകരമായ മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. മൂന്നാറിൽ ഏറ്റവും ഉയർന്ന സൂചികയായ 10 രേഖപ്പെടുത്തിയത് വിനോദസഞ്ചാരികളെയും തദ്ദേശവാസികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നതാണ്. ആഗോളതാപനവും അന്തരീക്ഷ വ്യതിയാനങ്ങളും സൂര്യരശ്മികളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വെറുമൊരു വേനൽ ചൂടിനപ്പുറം കോശങ്ങളുടെ വിഘടനത്തെ പോലും ബാധിക്കാൻ ശേഷിയുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്കെതിരെ ശാസ്ത്രീയമായ പ്രതിരോധം തീർക്കേണ്ട സമയമാണിത്. ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജാഗ്രത കൈവിടാതെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അതെ, കേരളം വെന്തുരുകാൻ പോവുകയാണ്. ഏതാണ്ട് വേനൽ ചൂടിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, പകലൊക്കെ നല്ല ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഉരുകി ഒലിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നടന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. അൾട്രാ വയലറ്റ് സൂചിക അനുസരിച്ച് മൂന്നാറിൽ രേഖപ്പെടുത്തിയത് 10 ആണെന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇതിനു പുറമെ കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ 8 എന്നിങ്ങനെയുള്ള ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ 4 പ്രദേശത്തെയും സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 8 മുതൽ 10 വരെ രേഖപ്പെടുത്തുന്ന പ്രദേശങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. കൊട്ടാരക്കര, ഒല്ലൂർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ, മാനന്തവാടി എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6നും 7നും ഇടയിലാണ് ഈ പ്രദേശങ്ങളിൽ അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും ഒക്കെ കാരണമാകുന്നതാണ്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, നേത്രരോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ മറക്കരുത്. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കണം. മലപ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ UV സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക ഉണ്ടാവാം. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും UV സൂചിക ഉയർന്നതായിരിക്കും. അൾട്രാ വയലറ്റ് രശ്മികൾ ഏൽപ്പിക്കുന്ന ആഘാതത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ പുറമേ നൽകുന്ന സംരക്ഷണം പോലെ തന്നെ പ്രധാനമാണ് ഉള്ളിലേക്ക് നൽകുന്ന പോഷകാഹാരങ്ങളും. സൂര്യതാപം, ചർമ്മത്തിലെ ചുളിവുകൾ, നിർജ്ജലീകരണം എന്നിവയെ പ്രതിരോധിക്കാൻ ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തണം. ധാരാളം വെള്ളം കുടിക്കുന്നതിനൊപ്പം തണ്ണിമത്തൻ, വെള്ളരിക്ക തുടങ്ങിയ ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തുക. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ചർമ്മത്തിന് പ്രതിരോധ ശേഷി നൽകും. പ്രകൃതിദത്തമായ പ്രതിഭാസമാണെങ്കിലും അൾട്രാ വയലറ്റ് രശ്മികളുടെ അമിതമായ സാന്നിധ്യം പല മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം. മൂന്നാർ, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് ഗൗരവത്തോടുകൂടി കാണേണ്ട ഒന്ന് തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇത്തരം മാറ്റങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതിനാൽ ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കാൻ മറക്കരുത്. ജാഗ്രതയിലൂടെയും കൃത്യമായ മുൻകരുതലിലൂടെയും സൂര്യരശ്മികളുടെ ആഘാതം വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. എന്തായാലും ഈ വേനൽ ചൂടിൽ കരുതലോടുകൂടി മുന്നോട്ട് പോവുക. ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായതും ഈ കാലാവസ്ഥയ്ക്ക് യോജിക്കുന്നതുമായ വസ്ത്രങ്ങൾ മാത്രം ഈ സമയത്ത് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.